നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, 6 രാഷ്ട്രീയ ലോക്ദളിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. വല്ലാത്തൊരു പ്രഹേളിയാണ് ഈ അൻവറിൻ്റെ കളിയിലെ. ആർക്കും പിടികിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ അൻവർ പിണറായിയുടെ ശത്രുവാണോ അത് പിണറായിയുടെ നോമിനിയാണോ എന്നൊക്കെ സംശയമുണ്ട്. ആർക്കും പിടികിട്ടാത്ത ചില മരീചിക പോലെയാണ് അൻവറിൻ്റെയും പിണറായി സഖാവിൻ്റെയൊക്കെ. നമുക്ക് ഒരു വടക്കൻ വീരഗാഥയിൽ ചന്തുവിനെക്കുറിച്ച് നമ്മുടെ MT വാസുദേവൻ നായർ പറഞ്ഞ് ഫലിപ്പിച്ച ഒരു ചിത്രമുള്ളൂ. നെഗറ്റീവിന് പകരം പോസിറ്റീവായിരിക്കുന്നത് ചന്തു. അപ്പോൾ ഈ അൻവറിൻ്റെയും ഈ പിണറായിയുടെ കളി ഒരു പോസിറ്റീവായി ചിന്തിച്ചാൽ അതിൽ 1-2 ദൃഷ്ടാന്തങ്ങൾ കാണുന്നില്ലേ? പിണറായി സഖാവ് അത്ര മോശമല്ല, അഗ്രഗണ്യനാണ്. കാരണം പണ്ടൊരിക്കൽ ഒരു ജ്യേഷ്ഠനും അനിയനും, ഇപ്പം ജ്യേഷ്ഠൻ പറഞ്ഞ് അനുജൻ ഒന്നുകിൽ വേലി കെട്ടാൻ പോകും, ഞാൻ ഊണ് കഴിക്കാൻ പോവാം, അല്ലെങ്കിൽ അനുജൻ ഞാൻ ഊണ് കഴിക്കാൻ പോകും, അനുജൻ വേലി കെട്ടാൻ പോകുന്നു. രണ്ട് പറയും ഫലത്തിൽ ഊണ് കഴിക്കുന്നത് ചേട്ടനാണ്. അതുപോലെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പാർട്ടിയെ നയിച്ചത്, നിയന്ത്രിച്ചിരുന്നത് പാർട്ടി സെക്രട്ടറി സകലവല വല്ലഭൻ പിണറായി ആയിരുന്നു. ഇന്ന് പിണറായി മുഖ്യമന്ത്രി ആയപ്പോൾ ആ പാർട്ടിയെയും ഭരണത്തെയും നിയന്ത്രിക്കുന്നത് സകലകല വല്ലഭനെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? പിണറായി സഖാവ് നിസ്സാരക്കാരനാണോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില കാരണങ്ങൾ വിധേയമായി മുസ്ലിം സമുദായം LDF നിന്ന് മാറിപ്പോകുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ ഈ എങ്ങനെയാണ് LDF അധികാരത്തിൽ വന്നത്? അറബിക് സർവകലാശാല പല പ്രാവശ്യം പറഞ്ഞാൽ, പക്ഷേ ഈ വിഡ്ഢിക്കോമനകൾ മനസ്സിലാകുന്നില്ല എന്നാണ്. അറബിക് സർവകലാശാലയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ മലബാറിലെ മുസ്ലിങ്ങൾ 10,000 സെക്രട്ടറിയിൽ 3 പ്രാവശ്യം വന്ന് വലിയ സമരം നടത്തി. 3 പ്രാവശ്യം ഈ UDF കുഞ്ഞാക്കായും മാണിയും രണ്ടുപേരും മരിച്ചുപോയി. അല്ല, ഉമ്മൻചാണ്ടിയും പിന്നെ അന്നത്തെ കോട്ടയത്താരനെ അച്ചായൻ, ചീഫ് സെക്രട്ടറി, ഇത് 3 10 പൈസ അനുഭവിച്ചില്ല. അങ്ങനെ നിരാശരായവരും ഇങ്ങനെ മടങ്ങിപ്പോയി. ഇനി ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മറിച്ച് ഒരു 4-5% ഉള്ളൂ, കൂടുതൽ വോട്ട് വരില്ല. 10% മുസ്ലിങ്ങൾ വോട്ടാണ് LDF ഭാവികളുള്ളത്. അതിൽ 2-4% കൂടുതൽ വന്നു. അതാണ് ഈ 500-1000 വോട്ടിനൊക്കെ തോറ്റുപോയ CPM ആൾക്കാർ ജയിച്ചത്. അങ്ങനെ 99-ലും അതിനു മുമ്പ് 88-ലേക്ക് എത്തിയത്. അതിലൊരു മാറ്റം വന്നതിൻ്റെ കാരണം ഇത് മൊയ്തീൻ ഷായുടെ വിലയിരുത്തല്ല, കേരള മുസ്ലിങ്ങളുടെ ചിന്തയാണ്. അതായത് UDF ക്ഷീണം പറ്റിയാൽ പിന്നെ വരുന്നത് ഒരു പക്ഷത്ത് BJP, മറുപക്ഷത്ത് CPM ആണ്. അത് കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം, എല്ലാ മുസ്ലിങ്ങളും അല്ല, ഭൂരിപക്ഷം മുസ്ലിങ്ങളും അത് യോജിക്കുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? UDF വോട്ട് ചെയ്യും. അത് ഞങ്ങളാണ് ആദ്യമായിട്ട് പിണറായി സഖാവിനടുത്ത് പറഞ്ഞ ഈ പോയിന്റ്. അങ്ങനെ ഒരു വിഷയമുണ്ട്, അത് LDFനോട് വിരോധം കൊണ്ടായിട്ടില്ല, അതൊരു താത്വികമായ വിഷയമാണ് എന്ന് പറഞ്ഞു. അതുപോലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ പണ്ടും അതെ, പാർലമെൻറ്റ് ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും LDF വോട്ട് പറയും, UDF ജയിച്ചു പോകാറില്ല. കഴിഞ്ഞ പ്രാവശ്യം 2-3 വർഷം ടൈമായിട്ട് അങ്ങനെയാണ്. ഈ അസംബ്ലി ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷനിലും, കാരണം കഴിഞ്ഞ 2 പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷനിലും 2 പ്രാവശ്യം അസംബ്ലി ഇലക്ഷനിലും LDFന് നല്ല ഭൂരിപക്ഷം കിട്ടി. അത് ഇത്തവണയും കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം മുസ്ലിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ CPM എന്ന് പറയുന്ന പാർട്ടി പഞ്ചസാരയിൽ പോഞ്ഞ അല്ല ഖദറിൽ പോഞ്ഞ പിന്നെ വിഷം എന്ന് പറയും പോലെ, പഞ്ചസാരയാണെങ്കിലും അകത്ത് പുറത്തും അകത്തില്ല, അത് ചതിവാണ്, വഞ്ചനയാണ് എന്ന് ഈ സമുദായം ഒന്നുകൂടി മനസ്സിലാക്കി. അപ്പോൾ ഇടിച്ചതിനെ അരിച്ചു പോലെ ഇങ്ങനെ UDF തകരാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ LDF ഇങ്ങനെ വഞ്ചന കാണിച്ചപ്പോൾ അവർ വോട്ട് മാറി. ഇത് അവർ മനസ്സിലാക്കി. ഏകദേശം റിസർച്ച് വിങ് മനസ്സിലാക്കി. എന്താണ്? മുസ്ലിങ്ങൾ വോട്ട് തൽക്കാലം പ്രതീക്ഷിക്കണം. ആ പാർട്ടി അനുഭാവികളുടെ ഒരു 10% ഉണ്ടല്ലോ, അതിപ്പോൾ എന്ത് ചെയ്താലും ആ അനുഭാവികളിൽ 4% വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെയാണ്. എന്ത് ചെയ്യുക, അവർ എന്തൊക്കെ തെറ്റ് ചെയ്താലും അത് പാർട്ടി വോട്ടാണ്. അപ്പോൾ എന്താ പിന്നെ ചെയ്യുക? വേറൊരു വശത്ത് 2 പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ
2 പ്രാവശ്യം മത്സരിച്ചാൽ പിന്നെ സ്ഥാനം മത്സരിക്കാൻ പാടില്ല. LDFിൻ്റെ പോളിസി അതാണ്. അപ്പോൾ ഈ അബ്ദുറഹ്മാൻ സാഹിബ് അബ്ദുൾ റഹീം, പിന്നെ കെ ടി ജലീൽ, അൻവർ, കാരാട്ട് റസാക്ക്, പിന്നെ നമ്മുടെ റഹീം പി ടി റഹീം, ഈ 4 പേര് നമുക്ക് അടുപ്പം ബന്ധുക്കളുള്ള ആൾക്കാർ, പരിചയമുള്ള ആൾക്കാരാണ്. കാരാട്ട് റസാക്ക് അത്രയും കൂടില്ല. അപ്പോൾ അവർക്കൊരു ധാരണയുണ്ട്. എന്നറിയോ, വൈദ്യര് കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് തന്നെയെന്ന് പറഞ്ഞ പോലെ ഇനി LDFിന് കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, 20 സ്ഥാനത്ത് പറ്റില്ല, 2 സ്ഥാനം കഴിഞ്ഞ് കിട്ടില്ല, ഈ 4 പേർക്ക് ഇനി കിട്ടില്ല. അപ്പോൾ അവരോട് ഇവർ പറഞ്ഞു കൊടുത്തതെന്നറിയോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തത്, നിങ്ങൾ കാഞ്ചി ഒരു ബ്ലോക്കായിട്ട് നിൽക്ക്. അപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ മാണിയൊക്കെ അല്ലെങ്കിൽ ലീഗൊക്കെ മരിക്കുമ്പോൾ നിങ്ങൾക്ക് MLA MP ആയിട്ടിരിക്കാം, നിങ്ങളുടെ പാർട്ടി നിങ്ങൾ തീരുമാനമല്ലേ. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് കൊള്ളാമല്ലോ ഈ ഐഡിയ. മരിക്കോളം MLA ആകാം, MP ആകാം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പണ്ട് ചിന്ത വന്നാണ്, അത് ആ ചിന്തയെ തകർത്ത് CPM തന്നെയാണ്. അന്ന് ഞാനൊക്കെ കൂടെ ഉണ്ടായ കാലത്ത് PT റഹീമിനെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കളി കളിച്ചാണ്. അറിയോ, മുസ്ലിം ലീഗ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അണ്ടനും അടകോടനെയും ചേർത്ത് ഒരു പ്രസ്ഥാനമാക്കിയിട്ട് LDFിൽ നിൽക്കുക. പക്ഷെ അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയ CPM സമ്മതിച്ചില്ല. കാരണം അപ്പോൾ മുസ്ലിം സമുദായം ഒന്ന് വളർന്നു പോകും ആ സംഘടന. അത് പറ്റില്ല, വളർത്താൻ പറ്റുന്നില്ല. പണ്ട് EMS പറഞ്ഞില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് വാ, കൂട്ടായിട്ട് ഒന്ന് വില വേഷണ്ടായെന്ന് പറഞ്ഞ പോലെ സമ്മതിച്ചില്ല. ഇപ്പോൾ നിൽക്കല്ലില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, CPMന്. അപ്പോൾ എന്ത് ചെയ്യും, മുന്നോക്ക സമുദായങ്ങൾ ഉൾപ്പെടെയുള്ള ഹിന്ദു കാർഡ് കളിക്കണം. പണ്ട് EMS കളിച്ചിട്ടുണ്ട്. ആളില്ല ലീഗിനെ പറഞ്ഞിട്ട് ശരിയത്ത് EMS അങ്ങനെ ഹിന്ദു കാർഡ് കളിച്ച് ആ പ്രാവശ്യം പുള്ളിക്ക് ഭരണം കിട്ടി. അപ്പോൾ ഹിന്ദു കാർഡ് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾ ഇതാവും. അപ്പോൾ ഹിന്ദു കാർഡ് കിട്ടും. പക്ഷേ ഈ ഹിന്ദു കാർഡ് മാർക്സിസ്റ്റ് കളിക്കുന്നതിൽ BJPയോട് പറയാനുള്ളത്, BJPയോട് നിങ്ങൾക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് കേരളത്തിലുണ്ട്. BJPക്ക് അതിൻ്റെ വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ പുരോഗതി ഇപ്പോഴത്തെ ഹിന്ദു കാർഡ് കളിക്കുന്നതുകൊണ്ട് അല്പം ക്ഷീണം പറ്റും BJPക്ക്. അത് തീരെ മോശമാവുന്നല്ല പറഞ്ഞു, ആ വളർച്ച അല്പം അവർ കൊണ്ടുപോകും. അപ്പോൾ എന്ത് ചെയ്യും, മുസ്ലിം ലീഗ് ഒഴിച്ച് ബാക്കി എല്ലാ അണ്ടനും അടകോടനും IL ഇപ്പം തന്നെ LDFിൻ്റെ പാവയാണ്, മറ്റു റഹീമിൻ്റെ പാവയാണ്, കാരട്ട് റസാഖ് അതെ, ഇപ്പം അൻവർ അതെ, മറ്റേ ജലീൽ അതെ, എല്ലാം നിൽക്കുകയാണ്. ഈ 4-5 ലീഡേഴ്സ് എല്ലാം ചെയ്യുക. അതിൻ്റെ കൂടെ അരിവാൾ സുന്നി പോലെ കാന്തപുര സുന്നിയൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് മുസ്ലിം ലീഗ് അല്ലാത്ത ഒരു പാർട്ടി ദേശീയ ലെവലിൽ ഇന്ത്യൻ നാഷണൽ ലീഗ് പോലെ ദേശീയ പാർട്ടിയായിട്ട് ഉണ്ടാക്കുക. ആ പാർട്ടി LDFിനെ സപ്പോർട്ട് ചെയ്യുക, LDFിൽ നിൽക്കുക. അപ്പോൾ LDFിന് മുസ്ലിങ്ങളെ വോട്ടും കിട്ടും, ഹിന്ദു കാർഡ് കളിക്കുന്നതുകൊണ്ട് അവിടുത്തെ വോട്ടും കിട്ടും. പിന്നെ ഇവർക്ക് അവർ വേറിട്ട പാർട്ടി ആയതുകൊണ്ട് അവർ ഇഷ്ടപോലെ മത്സരിച്ച് മന്ത്രിയാകും. എത്ര മരിക്കോളം മത്സരിക്കാം. ഓരോ പാർട്ടി അങ്ങനെയുള്ളൂ. അപ്പോൾ മാണിയൊക്കെ മരിക്കോളം ഭരിച്ചില്ലേ. കാരണം ആ മാണിയുടെ ആളതുകൊണ്ട്, അല്ലെങ്കിൽ CH അല്ലെങ്കിൽ മറ്റേ കുഞ്ഞാക്കയൊക്കെ മരിക്കോളം MLA ഇരിക്കാൻ. കാരണം ആ ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നുകൊണ്ടാണ്. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അത് പറ്റില്ലല്ലോ. അതേ ഒരു കളിയല്ലേ ഇത് കളിക്കുന്നതെന്ന് ചിന്താതെ തൊവീത് കണ്ടോ, നോവാതെ അടിച്ചു കേട്ടോ എന്ന് കുഞ്ഞായി മുല്ലാരും ഭാര്യയും പറഞ്ഞ പോലെ. അവർ കഥ വലിയ കഥയാണ്. അപ്പോൾ ദേഷ്യം വന്നപ്പോൾ ഇങ്ങനെ മുറത്തിൽ നെല്ലിൻ്റെ അരിയിലെ കല്ല് പറിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തോ കാരണം വന്ന് കുഞ്ഞായി മുല്ലാരും ഓടി അടിച്ച് ഭാര്യയെ. ഭാര്യ ഒരൊറ്റ ഏറാണത്. എങ്ങനെയാണ് അടിച്ചു നോവിച്ചെല്ലാം അടിച്ച് വേദനിപ്പിക്കൊണ്ടല്ല. പിന്നെ എന്ത് ചെയ്ത് ഈ ചിന്തി കഴിയുമ്പോൾ നെല്ലും അരിയും പോയില്ല. കാരണം പയ്യന് ചോറ് കൊടുക്കലുണ്ട്, അന്ന് പൂണ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കൊച്ചനവിടുന്ന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ അവർ പടക്കാന്ന് നിൽക്കില്ല. എന്നിട്ട് കുഞ്ഞായി മുല്യാരാണ്. അപ്പോൾ മുല്യാർ പറഞ്ഞറിയോ, ഇതൊക്കെ കേട്ടിട്ടും പോകാതെ നിന്നോണ്ട് ഞാനല്ലേ എന്ന് പറഞ്ഞു. അതായത് തന്ത്രം. അതുപോലെ ഇതുപോലെ ചിന്താതെ തുവിയ കണ്ടോ, പിന്നെ വേദനിക്കാതെ തല്ലി കണ്ടോ. വാസ്തവത്തിൽ CPMൻ്റെ പക്ഷത്തു നിന്നോ അല്ലെങ്കിൽ പിണറായി സഖാവിൻ്റെ പക്ഷത്തോ ഒരു പച്ച ലൈൻ കാണാതെ ഇതുപോലെ ഒരു വിഷയത്തിലേക്ക് അൻവറിനെ പോലെയുള്ള ഒരു നേതാവ്, വലിയ പോലെ ആൾ ചാടുവോ? അൻവർ ഇത്ര മണ്ടനാണോ? അൻവർക്ക് ഭസ്മാക്കിക്കളയല്ലേ. CPMൻ്റെ ശക്തി, പിന്നെ പിണറായിയുടെ ഏകാധിപത്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്നത് BJPയുടെ കുളിവ് ഭസ്മാക്കുമല്ലേ. അങ്ങനെ അൻവർ ചാടുവോ? ഇല്ല. ഇതിൻ്റെ കളി ഇങ്ങനെയാണ് എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ കുഴപ്പമില്ല. ഇനി ഇതിൽ വേറൊരു ഭവിഷ്യത്ത് LDFിന് ബാധിക്കാതെയോ, ഈ വെളുക്കം തെച്ച് പാണ്ടായതുപോലെ ഇങ്ങനെ സംഘടനയൊക്കെ രൂപീകരിച്ച് വന്നു കഴിഞ്ഞിട്ട് കുഞ്ഞാക്കായും
മുസ്ലിം ലീഗും ഒരു ധാരണത്തി ഈ INL ഇന്ത്യൻ നാഷണൽ ലീഗ് പോലെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് അതുണ്ടാക്കി അത് UDF നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ആർക്ക് ക്ഷീണം പറ്റും? പിണറായിയുടെ LDF ക്ഷീണം പറ്റും. അങ്ങനെ സംഭവിച്ചാലേ. കാരണം രാഷ്ട്രീയത്തിൽ 2-4 2-3 ആകാം, 2-5 ആകാം. നമുക്ക് കണ്ടുപിടില്ലേ? അപ്പോൾ ഇതൊരു കളിയാണ്, ഞാനിന്മേലുള്ള കളിയാണ് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. കിട്ടുപോയാൽ പോയി. ഒരു റാംബോ സർക്കസ് ഇപ്പോൾ ഗോകുലത്തിൽ നടക്കുന്നുണ്ട്. അതിൽ കൈ വിട്ടുപോയി ഒരാൾ ആശുപത്രി വെക്കുക. എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അവിടുത്തെ ആ മാനേജർ, അത് ഞാൻ മാനേജർ പറഞ്ഞു. അപ്പോൾ അതുപോലെ കൈവിട്ട് കളിയാണ് ഇതിൽ. പിണറായിക്കോ LDF ചിലപ്പോഴും അട്ടർലി ഫെയില് സംഭവിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. അതായിരിക്കുമല്ലോ പിണറായി ചെയ്യുന്നത്. പിണറായി മുഖ്യമന്ത്രിയല്ലേ, ആഭ്യന്തരമന്ത്രിയല്ലേ, അറിയാതിരിക്കുമോ? അങ്ങനെ വെള്ളം മണ്ടരുന്നല്ലോ. അപ്പോൾ ഇങ്ങനൊരു കളിയിൽ മാത്രമല്ല, കളിമേൽ കളി എന്ന് പറയും ഉണ്ടത്. ഇതിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾ കിടപ്പെങ്കിൽ അൻവർ മോനെ വളരെ സൂക്ഷിക്കണം. കാരണം രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ കൊച്ച് മറ്റാർക്കും പറയാൻ ധൈര്യമില്ല. ആ ഒരു കുഞ്ഞ് വിളിച്ചു പറഞ്ഞതാണ് ഇപ്പോൾ അൻവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ പിണറായി യഥാർത്ഥത്തിൽ പിണറായി CPM എതിർ നിൽക്കുകയും പുറത്തുള്ള UDF ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു ബാഹ്യശക്തികൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അൻവർ വെള്ളം കുടിക്കും. അതുകൊണ്ട് ഏത് വേണമെന്ന് എടുത്ത് ചാടി പുറപ്പെട്ട അൻവർ വളരെ ആഴത്തിൽ ചിന്തിക്കണം, വളരെ ദീർഘമായി ചിന്തിക്കണം, പ്ലാൻ ശരിയാക്കണം. അല്ലെങ്കിൽ അപകടമാണ്. ഇവിടെ ഏതായാലും കേരള പോലീസിൻ്റെ അപാകതയും കേരള പോലീസും കേരള ഭരണകൂടവും സംഘപരിവാറിൻ്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് ശരിയാണെന്ന് ഇപ്പോൾ ജനങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞു. ആ നിലക്ക് നിങ്ങളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ സജീവമായില്ലെങ്കിൽ, പണ്ട് SI പറഞ്ഞൊരു കാര്യം ഓർമ്മിക്കുകയാണ്. 4 പോലീസുകാരും SI ആയിട്ടാണ് കള്ളനെ പിടിക്കാൻ പോകുന്നത്. SIയേക്കാൾ ശക്തനാണ് കള്ളൻ. അപ്പോൾ കള്ളനെ പിടിക്കുമ്പോൾ നിങ്ങൾ 4 പേര് അങ്ങോട്ട് തിരിഞ്ഞെന്താൽ ഞാൻ തല്ലുള്ളൂ. നിങ്ങൾ 4 പേര് ധൈര്യത്തിലാണ് ഞാൻ ഇയാളെ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് ഞാൻ തല്ലുള്ളൂ എന്ന് പറഞ്ഞ പോലെ അൻവറിൻ്റെ ഇപ്പോൾ ബാക്കിലുള്ള ആൾക്കാരെ ശക്തമായ സപ്പോർട്ട് കിട്ടേണ്ട സമയമാണ് ഇന്നും ഇത്. അതല്ലെങ്കിൽ അൻവർ SIയുടെ ഭാഷ പോലെയാണ്, തല്ലുള്ളൂ. അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഏതായാലും പിണറായി സഖാവിന് പറഞ്ഞതെന്ന് വെച്ചാൽ ശശിയെയും അജിത് കുമാറിൻ്റെയും സംരക്ഷണമാണ്, മനോവീര്യമാണ് എനിക്ക് വലുത്. അൻവറുടെ മനോവീര്യമല്ല. അൻവർ കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരൻ ഇപ്പോൾ അൻവർ മറുപടി പറഞ്ഞ് EMS കോൺഗ്രസ്സുകാരനായിരുന്നു. അല്ല, കോൺഗ്രസ്സിലത്തെ ആരെ ഇന്ത്യയിലുള്ളൂ? എല്ലാവരും കോൺഗ്രസ്സുകാർ. അത് ശേഷം തിരിഞ്ഞു പോയതാണ് എല്ലാവരും. ഒരൊറ്റ ആളോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടായില്ലല്ലോ ഇവിടെ. അതുകൊണ്ട് ജന്മന അല്ലെങ്കിൽ പഴയ നേതാക്കളൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു. പിന്നീട് മാറിപ്പോയത്. ഞാനിവരും കോൺഗ്രസ് ആയിരുന്നല്ലോ, അറിയാമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കളി എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് സംശയിച്ച് പോയാൽ കുറ്റം പറയാൻ പറ്റില്ല. ഭയങ്കര ഒരു കളിയാണ്. പക്ഷേ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലേ, ഹിന്ദു കാർഡ് LDF കളിക്കുമ്പോൾ അല്പം ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റം, വലിയ മുന്നേറ്റമില്ല, ഒരു ചെറിയൊരു മാറ്റം BJPക്ക് അനുകൂലമായിട്ട് വന്നത്, ആ വളർച്ച അത് മുഴുവൻ BJP കിട്ടാതെ പോകും. അതാണ് ഇപ്പോഴത്തെ CPMൻ്റെ കളിയാണ്. അപ്പോൾ ഏതായാലും കാത്തിരുന്ന് കാണാം. അതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ എന്തൊരു ആര് പറയുന്നതാണ് ശരി, ഏത് പറഞ്ഞ ശരി, എന്താണ് ഉള്ളുകളിൽ എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നതെന്നും ചിന്തിക്കാൻ പറ്റില്ല. കേന്ദ്രത്തിൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം കുറച്ച് തകിടം മറിഞ്ഞിരിക്കുകയാണ്. കേരള രാഷ്ട്രീയം അതിനാണ്. ഇതിൽ ആര് ജയിക്കും ആര് തോൽക്കുന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏതായാലും അൻവർ ഒരു പുലിവാലാണ് പിടിച്ചതെന്നുള്ള കാര്യം സംശയമില്ല. അത് എന്തുമാത്രം ശരിയാകുമെന്നും പുള്ളി എത്രമാത്രം സ്വതന്ത്രമായി മുന്നോട്ട് പോകുമെന്നും മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാക്കേണ്ട സമയം ഇനിയും അടുത്ത് തന്നെ അറിയാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്താം. നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.